നീറ്റ് പരീക്ഷ പഴയ രീതിയിലേക്ക് മാറുമ്പോൾ ചില കുട്ടികളെങ്കിലും ടെൻഷൻ ആവുന്നുണ്ട്. സംഭവം ശരിയാണ്. പാർട്ട് എ പാർട്ട് ബി ഉള്ളപ്പോൾ, അതായത് ഓപ്ഷൻസ് ഉണ്ടാവുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പക്ഷെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പാറ്റേൺ വന്ന ശേഷമാണ് നീറ്റ് സ്കോർ വല്ലാതെ കൂടാൻ തുടങ്ങിയത്. അതോടെ കട്ട് ഓഫും ഭയങ്കരമായി കൂടിയല്ലോ. അന്നു മുതലാണ് നന്നായി കഷ്ടപ്പെട്ട് പഠിച്ചവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതായത്. അതോടെ പലർക്കും മെഡിക്കൽ സീറ്റ് കിട്ടാക്കനിയായി. ഞാൻ മനസ്സിലാക്കുന്നത്, മിടുക്കരായ കുട്ടികൾക്ക്, കഷ്ടപ്പെട്ട് പഠിച്ചവർക്ക് ഇതാണ് ബെസ്റ്റ് അവസരം. വരും ദിവസങ്ങളിൽ ഒന്നുകൂടി റിവൈസ് ചെയ്ത് 2018-2019 കാലഘട്ടത്തിലെ നീറ്റ് പരീക്ഷാ പേപ്പറുകൾ കറക്റ്റ് സമയബന്ധിതമായി ചെയ്തു തീർത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. NTA ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തു നോക്കണം. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യുക. എങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ചാൻസ് ആണ് വരാൻ പോകുന്നത്. ധൈര്യമായി പേടിയില്ലാതെ പരീക്ഷയ്ക്ക് പോയി നോക്കൂ. ഉറപ്പായും വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എല്ലാവിധ ആശംസകളും.